ശരിക്കും എന്താണ് ബാർഗെയിൻ? ബാർഗെയിൻ ബാർഗെയിൻ എന്ന് പറയുന്നൊരു ടേം പലപ്പോഴും ആളുകൾ അതിനൊരു നെഗോഷിയേഷൻ എന്നുള്ളൊരു പദമായിട്ട് തെറ്റിദ്ധരിക്കുക. ബാർഗെയിനിങ്ങും നെഗോഷിയേഷനും ഭയങ്കര വ്യത്യാസമുണ്ട്. ഒന്ന് നന്നായിട്ട് പറഞ്ഞു. അത് നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഒന്നും അറിയേണ്ടതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരും അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ്മാൻമാരും വേണ്ട ബുദ്ധിമുട്ടുന്ന കാര്യം ഈ ബാർഗെയിൻ നടക്കുന്ന സമയത്താണ്. ഞാനൊക്കെ പല സമയത്തും അറിയാം, നമ്മൾ കൊണ്ടുവന്ന വിലയേക്കാൾ ഒരുപാട് താഴെ പ്രൈസിന് എനിക്ക് അവിടെ കിട്ടുന്നുണ്ട്, ഞാൻ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമ്മളെ സെയിൽസ്മാൻമാരെ ബുദ്ധിമുട്ടിക്കുന്നതും ഇവർക്കറിയില്ലല്ലോ, സെയിൽസ്മാൻമാർക്ക് അറിയില്ല ഇത് എത്രക്ക കൊടുക്കുന്നൊന്നും. അവരാകെ അങ്കലാപ്പിലാവുന്ന അവസ്ഥകൾ കാണുന്നുണ്ട്. ചീപ്പ് ബാർഗെയിൻ. നെഗോസിയേഷൻ ആവാം. നെഗോസിയേഷൻ ഞാൻ മനസ്സിലാക്കുന്നത് നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലൊരു പ്രൈസ് ഉണ്ടാവും, അത് കിട്ടുന്ന ഒരു പ്രൈസ്, അതിനേക്കാൾ ആ പ്രൈസിന് കിട്ടണം, അതിന് നമ്മൾ നെഗോസിയേഷൻ തന്നെ പറയാം. ആ മാർക്കറ്റിലെ പ്രൈസ്, ഞാൻ ഓവർ പ്രൈസ് എടുക്കാൻ പാടില്ല, കൃത്യമായ മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമുക്ക് കൊടുക്കാൻ കഴിയണം. അതിനേക്കാൾ താഴെ ഒരുപാട് സമയം ഈ കുറക്ക് എന്ന് പറഞ്ഞ് നിൽക്കുന്നതിനെ കുറിച്ച്, അതിനെയാണ് ബാർഗെയിൻ എന്ന് പറയുന്നത് അല്ലേ? അതായത് ബാർഗെയിനിങ് എന്ന് പറയുന്നത് വൺ സൈഡാണ്. മനസ്സിലായല്ലേ? നെഗോഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോഷിയേഷന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടുപേരും വിജയിക്കുന്ന രീതിയിൽ കളിക്കാമല്ലോ. ഇതാണ് നമ്മൾ പറയാറുള്ള ഒരു സ്പിരിച്വൽ. ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന രണ്ടുപേരും ജയിക്കണം, എല്ലാവരും സന്തോഷിക്കണം, എല്ലാവരും ചിരിക്കണം, എല്ലാവരും ഒരു ഫാമിലിയെ പോലെ കൈ കൊടുത്ത് വേണം പിരിയാൻ. അതാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെ കസ്റ്റമറും വിജയിക്കുന്നുണ്ട്, സെയിൽസ്മാനും വിജയിക്കുന്നുണ്ട്. മറ്റോടത്ത് സെയിൽസ്മാൻ സഫർ ചെയ്യാണ്. ആരാണോ ബാർഗെയിൻ കൂടുതൽ ചെയ്യുന്നത് അവര് മാത്രം വിൻ ലൂസ് സിറ്റുവേഷൻ ആണ്. കാരണം ഇനി എന്തായാലും കൊടുത്തേ പറ്റൂ എന്നുള്ളവർക്ക് കൊടുക്കുന്ന സിറ്റുവേഷൻ. നെഗോഷിയേഷൻ എത്തിക്കലായിട്ട് ചെയ്യുമ്പോൾ അത് ബ്യൂട്ടിഫുൾ ആണ്. ബാർഗെയിനിങ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. എത്തിക്കൽ എന്നൊരു ടേമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ബാർഗെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആ ഒരു ചുറ്റുവട്ടവും, ഇപ്പോൾ നമ്മൾ ഊട്ടി മൈസൂർ പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ വഴിയോര കച്ചവടക്കാരുണ്ട്. അവർ ഒരു പ്രൊഡക്റ്റിന് 150 പറഞ്ഞു കഴിഞ്ഞാൽ അവൻ 150 പറഞ്ഞു, നമുക്കൊരു 50-ൽ തുടങ്ങാം. മനസ്സിലായി? നമുക്കറിയില്ല ആ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എന്താണെന്ന്. നമ്മൾ ആ മാർക്കറ്റിനെയാണ് വിലയിരുത്തുന്നത്. ഈ മാർക്കറ്റ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അസംഷന്റെ ബേസിസിലാണ് നമ്മളത് ചെയ്യുന്നത്. ചിലപ്പോൾ അവിടെ ഷോപ്പ് കീപ്പർ ചിരിക്കുന്നുണ്ടാവാം, അയാൾക്ക് 10 രൂപ 20 രൂപ കോസ്റ്റ് വരുന്നുണ്ടാവുള്ളൂ. 50 പറയുമ്പോൾ തന്നെ അയാൾ ചിരിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഇതാണ് ഈ ഒരു മാർക്കറ്റിൽ ഇതുണ്ട്. അതെ, കസ്റ്റമേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. ചില ആളുകൾ അറിയാതെ വലിയൊരു പ്രൈസ് എടുക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു പ്രൈസ് പറയുന്നതിനോടും അവർ അവിടെ ഉപയോഗിച്ച അതേ ആയുധം തന്നെ അവിടെ ഉപയോഗിക്കുകയാണ്. ഇത് ഞാൻ ചോദിക്കുന്നത് ഇത് തന്നെയാണ്, ബാർഗെയിൻ ഇല്ലാതാക്കാൻ, നെഗോസിയേഷനിലേക്ക്, നമ്മളെ വിൻ വിൻ സിറ്റുവേഷനിലേക്ക് കസ്റ്റമറെയും സെയിൽസ്മാനെയൊക്കെ കൊണ്ടെത്തിക്കാൻ എന്തെങ്കിലും ടിപ്സുകൾ നമ്മുടെ ബിസിനസ്മാൻമാർക്ക് കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് ഒരു കാര്യം, അവിടെ ഒരു ബിസിനസ് കൺസോർഷ്യം എന്ന രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു യൂണിഫൈഡ് പ്രൈസിങ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ ബാർഗെയിനിങ്, ഈ ഒരു അൺഎത്തിക്കലായിട്ടുള്ള ബാർഗെയിനിങ് അല്ലെങ്കിൽ വില പേശുക, എന്ത് കണ്ടിട്ടാണ് വില പേശുക എന്നുള്ളതാണ്. അപ്പോൾ ആ വില പേശൽ ഒഴിവാക്കാം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ സുഹൃത്ത് ഷെരീഫ് സാർ പറഞ്ഞതാണ്, കോയമ്പത്തൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ചിക്കൻ്റെ വില, കോഴി വാങ്ങാൻ ചെല്ലുമ്പോൾ ചിക്കൻ്റെ വില എല്ലാ കടയിലും ഒരുപോലെയാണ്. പൈസ കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഞങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ അപ്പുറത്ത് വേണമെങ്കിൽ പോയി വാങ്ങിക്കോളൂ. അവരും അത് തന്നെയാണ്. അവിടെ യൂണിഫോമാണ്, യൂണിഫോമിറ്റി ഉണ്ട്. അവർക്ക് എല്ലാവർക്കും തീരുമാനങ്ങൾ ഒരേ വിലയാണ്. നമ്മുടെ ചോയ്സാണ്. അവിടെ വാല്യൂ കൂടുതൽ എവിടെ ഉണ്ടോ അവിടെ അവർക്ക് പോകാം. പക്ഷേ പ്രൈസിന്റെ ബേസിസിലല്ല അവിടെ വില, ഈ ഒരു നെഗോഷിയേഷൻ നടക്കുന്നത്. അതാണ് ബാർഗെയിനിങ്. അഗെയിൻ ഇറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് പ്രൈസിങ്. മനസ്സിലായില്ല? നെഗോഷിയേഷൻ അങ്ങനെ, ഈ ഒരു നെഗോഷിയേഷൻ ആയാലും ഈ ഒരു ബാർഗെയിനിങ് ആയാലും ചിലപ്പോൾ വലിയ വലിയ മാളുകളിൽ, ഇപ്പോൾ സെന്ററുകളിൽ കൃത്യമായ വില അത് കിക്ക് നടിച്ചിട്ട് ആളുകൾ പോരുന്നുണ്ട്. അവിടെ നെഗോഷിയേഷനും ഇല്ല, ബാർഗെയിനും ഇല്ല. പക്ഷെ നമ്മുടെ സാധാ ഈ മാർക്കറ്റിലെ ആളുകളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ സംസാരം എപ്പോഴും ഒരു ബിലോ മീഡിയം ആളുകളോടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളതും ഈ ബാർഗെയിനിങ് ആണ്. അവിടേക്ക് നമുക്ക് കൊടുക്കാവുന്ന ടിപ്സുകൾ എന്തൊക്കെയാണ്? ഡ്യൂഡ് ടെലികോം. ഡ്യൂഡ് ടെലികോം.